ഹലോ നമസ്കാരം. നമുക്കിന്ന് 10 മിനിറ്റ് കൊണ്ട് ഒരു ഗീ റൈസ് ഉണ്ടാക്കിയാലോ. ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി ഗീ റൈസ് ആയിട്ടോ ഇത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കർ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നിറയെ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്, നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പൈസസ് ആയിട്ട് ഗ്രാമ്പൂ, പെപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ പട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ്, ജീരക റൈസാണ് എടുത്തിരിക്കുന്നത്, കൈമ റൈസ്. ഇത് ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. വെറുതെ വാഷ് ചെയ്തെടുത്തു. ആ കുക്കർ ചൂടാവുന്ന അത്ര നേരം മാത്രം വെള്ളത്തിൽ കിടന്നിട്ടുള്ളൂ. ഇനി അതും വെള്ളമൊട്ടും ഇല്ലാതെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതായത് ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ആ കുക്കർ നമ്മൾ ഇട്ട അരിയുടെ മേളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും 1 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുക്കർ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 വിസിൽ, ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ ഞാൻ അടിക്കുന്നുണ്ട് ഇത്. എന്നിട്ട് ഓഫ് ചെയ്തിടുക. അതിനുശേഷം ഒരു 15 മിനിറ്റിന് ശേഷം ആട്ടോ ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ, നല്ല ഒട്ടും ഇത് ഒട്ടി പിടിക്കാതെയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല എല്ലാം ഒന്നിനൊന്ന് വിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ പതിയെ മിക്സ് ചെയ്തെടുത്താൽ മതി. അടിപൊളിയായിട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. നമുക്കൊരു 10 മിനിറ്റ് മതി. ശരിക്കും പറഞ്ഞാൽ ഇത് ലഞ്ച് ബോക്സിന് വേണ്ടി ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ്. 10 മിനിറ്റ് മതി കേട്ടോ നമുക്കിത് ശരിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യിൽ കാഷ്യൂസൊക്കെ വറുത്തിടണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ മല്ലിയില, അതുപോലെ സവാള വറുത്തിട്ട് അതും അതിൻ്റെ മേളിലൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ പിള്ളേർക്ക് അതൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എളുപ്പം നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്